ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ടവർ ബ്രിഡ്ജും ലണ്ടൻ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് ഒറ്റ വീഡിയോയിൽ എല്ലാം കൂടിയും കൊള്ളിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് ഇടാമെന്ന് വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ബിഗ് ബെൻ്റെ അടുത്തേക്ക് പോവാണ്. ബിഗ് ബെന്നും ലണ്ടൻ ഐയും ഒക്കെ അടുത്തടുത്താണല്ലോ. അതുപോലെ തേംസ് നദിയുടെ മുകളിൽ കൂടെയും പിന്നെ ബക്കിംഗ്ഹാം പാലസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ ഷാഡ് പറഞ്ഞല്ലോ, അതായത് യു കെയിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ്, അവിടേക്ക് പോകാനുള്ള വഴിയാണ് ഇവിടുന്ന് ലെഫ്റ്റ്. ഞാൻ മുഖം കഴുകിക്കൊണ്ട് മൊത്തം വെള്ള. ഇന്നലെ ഉറക്കം ശരിയായില്ലല്ലോ, അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. നമ്മുടെ അതായത് കഴിഞ്ഞ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തത് എല്ലാം കണ്ടിന്യൂസ് സാധനങ്ങളാണ്. നമ്മുടെ അയർലൻഡ് ട്രിപ്പ് പോയതും അത് കഴിഞ്ഞ് ഷിപ്പിൽ UK വന്നതും കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കയറി കാണാം. നല്ല അടിപൊളി വീഡിയോസ് ആയിരുന്നു. നല്ല തിരക്കുണ്ട് കേട്ടോ. ഒന്ന് ഏകദേശം ഡ്യൂട്ടി ടൈം കഴിയേണ്ട ടൈമായി. ഇവിടെയും ടാപ്പ് ചെയ്ത് നമ്മൾ അപ്പുറത്തേക്ക് പോകണം. ഇനി നമ്മളിപ്പോൾ ഉള്ളത് ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷനിലാണ്. അവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് വെസ്റ്റ്മിനിസ്റ്റർ സ്റ്റേഷനിലാണ് എന്തൊക്കെയുള്ള ബിഗ് ബെന്നും. വെസ്റ്റ്മിനിസ്റ്റർ സ്റ്റേഷനിൽ നിന്ന് നേരെ ഇറങ്ങി ചെല്ലുന്നത് തന്നെ UK പാർലമെൻറ്റാണ്. പാർലമെൻറ്റും അതിൻ്റെ തൊട്ടടുത്ത് ബിഗ് ബെന്നും പിന്നെന്താ ലണ്ടനെയും കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ എസ്കലേറ്ററിൽ. നമ്മൾ നിന്ന് പോകേണ്ടവർക്ക് റൈറ്റ് സൈഡിൽ നിൽക്കാം. തിരക്കുള്ളവരിങ്ങനെ ഇറങ്ങിപ്പോകും. കണ്ടോ, ഇത്രയും താഴ്ചയിലേക്കാണ് ഇറങ്ങിപ്പോണേ. അണ്ടർഗ്രൗണ്ട് റെയിൽവേയാണ്. ചിലപ്പോൾ ചെവിയൊക്കെ അടയും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ജൂബിലി ലൈൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചാണ്. അതായത് ഇവിടെ പല ലൈനുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ ആദ്യം കയറി വന്നത് എലിസബത്ത് ലൈനിലാണ്. ഇനിയിപ്പോൾ ഏത് ലൈനാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ജൂബിലി ലൈനായിരിക്കും. ആൾക്കാർ കയറി കാണണ്ട. ലണ്ടൻ്റെ തിരക്ക് കാണണമെങ്കിൽ ഇങ്ങനെ കാണണം. ഇതും കുറവാണ്, ശരിക്കും നല്ല തിരക്ക് വരും. ഇതിപ്പോൾ ജസ്റ്റ് ഓഫീസ് ടൈം കഴിഞ്ഞ് തുടങ്ങുന്ന ടൈം ആവണമുള്ളൂ. കയറാൻ പോകുന്നത് ജൂബിലി ലൈനാണ്. അതായത് വെസ്റ്റ്മിനിസ്റ്ററിലേക്ക് പോകുന്നത് ജൂബിലി ലൈനാണ്. ഇവിടെ പുറത്തുള്ള ഈ സാധനം തുറന്നു, ട്രെയിനും തുറന്നു. ഈ ട്രെയിൻ അധികം ഹൈറ്റ് ഇല്ല. ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ കുനിഞ്ഞൊക്കെ നിൽക്കണം. ഇപ്പോൾ ലിജിച്ചേറിന് തലയിടിക്കും അവിടെ. അതുപോലത്തെ ട്രെയിനാണ്. കണ്ട, കറക്റ്റ് ഫിറ്റിലുണ്ടാക്കി വെച്ചാണ് ട്രെയിൻ പോലെ. നമ്മൾ വെസ്റ്റ്മിനിസ്റ്റർ സ്റ്റേഷനിൽ ടാപ്പ് ചെയ്ത് ഇറങ്ങി. കണ്ട, വെസ്റ്റ്മിനിസ്റ്റർ ആബി ഇവിടെ ഇറങ്ങി. ഇവിടെ നിന്ന് നേരെ പോകുമ്പോൾ നമുക്ക് എന്ത് കാണാം? ആ കാണുന്നതാണ് UK പാർലമെൻറ്റ്. ആൾക്കാരോടൊക്കെ വ്യക്തമാവുന്നത്. ആ കയറി വരുമ്പോൾ നേരെ കാണുന്നതാണ് UK പാർലമെൻറ്റ്. നമ്മുടെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ലണ്ടൻ ബസ്സും കാര്യങ്ങളൊക്കെ കാണാം. ഇത് കുറച്ചുകൂടി പുതിയ ലണ്ടൻ ബസ്സാണ്. അതായത് ബാക്കിൽ കൂടെ കേരളം കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ പാർലമെൻറ്റിൻ്റെ അടുത്തായിട്ട് നേരെ നമുക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ ഇത് കാണാം. ഈ കാണുന്നതാണ് ഗൈസ് ബിഗ് ബെൻ. നമ്മുടെ പഴയ ഇതുകളിലെല്ലാം കണ്ടാക്കണ ബിഗ് ബെന്നാണ് ഈ കാണുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് ഫോട്ടോ എടുക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ കാണാം. അത് പറയേണ്ടതൊക്കെ കേൾക്കണ്ടോന്ന് അറിയില്ല, കാരണം ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് കുറച്ച് നീങ്ങി നിന്നിട്ട് കാണാം, ഇല്ലെങ്കിൽ ശരിയാവില്ല. കാരണം ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കാം. അത് തന്നെ തിരക്കും ഉണ്ട് നല്ല രീതിയിൽ. പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആരോ വയലിൻ വായിച്ചുകൊണ്ടിരിക്കണം അവിടെ. അതുകൊണ്ട് ഇത്രയും തിരക്കുണ്ട് ഇവിടെ. നമുക്ക് കുറച്ച് നീങ്ങി നിന്നിട്ട് ബിഗ് ബെൻ കാണാം. എല്ലാവരും ബിഗ് ബെൻ നോക്കി നിൽക്കുന്നു. ഇവിടെ നോക്കുമ്പോൾ ഈ കാണുന്നതാണ് ബിഗ് ബെൻ. ക്ലോക്ക് ടവറാണ്. ഇപ്പോൾ കറക്റ്റ് ടൈമാ 5:20. നമുക്ക് അപ്പുറത്ത് പോയിട്ട് വിശാലമായിട്ട് കാണാം. സിഗ്നലിൽ ആൾക്കാർ കിടക്കണുണ്ടോ? ഇത്രയും ആൾക്കാരുണ്ട്, ഇത്രയും തിരക്കാണ് ഇവിടെ. പിന്നെ ഫോണൊക്കെ സൂക്ഷിക്കണം, കാരണം ടൂറിസ്റ്റുകളെ നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഫോണൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ. അതുകൊണ്ട് ശ്രദ്ധിച്ചു നിന്നില്ലെങ്കിൽ ചിലപ്പോൾ ഫോണൊക്കെ പോയി വരും. ഈ കാണുന്നത് പാർലമെൻറ്റും അതിൻ്റെ നേരെയായിട്ട് ബിഗ് ബെന്നും. ബിഗ് ബെൻ്റെ അവിടെ നിന്ന് നേരെ വന്നത് ഈ തേംസ് നദിയുടെ മുകളിൽ കൂടെയുള്ള ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കാണുന്നതാണ് ലണ്ടൻ ഐ. നമ്മൾ തൽക്കാലം അതിൽ കയറാനില്ല. പിന്നെ ഇവിടെ നിന്ന് ഊബർ ബോട്ടും കാര്യങ്ങളൊക്കെ കിട്ടും താഴേന്ന്. നമ്മുടെ ടവർ ബ്രിഡ്ജിൻ്റെ ആ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഇത് കണ്ടോ, ഇത് സിറ്റി ക്രൂയിസിൻ്റെ ബോട്ടാണ്. അതുപോലെ അപ്പുറത്ത് ഊബർ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ടവർ ബ്രിഡ്ജിൻ്റെ അവിടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലായിരുന്നു, അതുപോലെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നു. നല്ല തിരക്കുണ്ടെന്ന് എന്തായാലും. ഈ ലണ്ടനായി
ഇപ്പം നമ്മൾ അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറങ്ങി വരാൻ 45 മിനിറ്റ് എടുക്കും. അതായത് ഒരു ഫുൾ റൗണ്ട് എടുത്ത് തിരിച്ചു വരണമെങ്കിൽ 45 മിനിറ്റ് എടുക്കും. തേംസ് നദിയുടെ തൊട്ടടുത്തോടെ ലണ്ടൻ ഐലൊക്കെ കയറണമെങ്കിൽ കയറാം. അത് അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അത് ഓൺലൈൻ ബുക്ക് ചെയ്യണമെന്ന് എനിക്കറിയില്ല, നമ്മൾ നോക്കിയില്ല അതിനെപ്പറ്റി. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ബിഗ് ബെന്നും പാർലമെൻറ്റും കാണാം. പാർലമെൻറ്റ് നല്ല ഗോൾഡൻ കളറിൽ ഇങ്ങനെ തിളങ്ങിയിരിക്കുന്നു. പക്ഷേ ഈ സൂര്യൻ അവിടെ നിന്ന് അടിക്കണോണ്ട് ഇങ്ങനെ ഇരുണ്ടിരിക്കണേ മൊത്തം. ആരും നമുക്ക് ശ്രമിച്ചു നോക്കാം ഗോൾഡൻ ആക്കാൻ. നടക്കുമെന്ന് തോന്നല്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ അത് വൈകുന്നേരം ടൈമിൽ എപ്പോഴായിരുന്നു. അതുകൊണ്ട് സൂര്യൻ നേരെ ഓപ്പോസിറ്റ് അടിക്കണോണ്ട് ബിഗ് ബെനൊക്കെ നല്ല തെളിഞ്ഞ് നിൽക്കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 3 സ്ഥലം കണ്ടു ഗൈസ്, അല്ലേ? 3 സ്ഥലം കണ്ടു. ഇങ്ങനത്തെ കുറേ സൈക്കിൾ റിക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. സൈക്കിളിസ്റ്റുകളും കുറേ പേരുണ്ട്, സൈക്കിൾ റിക്ഷകൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കാണാൻ അവിടെ. ഇപ്പം ലണ്ടൻ ഐയിലേക്ക് നന്നായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. കാരണം സൂര്യൻ കണ്ട അവിടെ നിന്ന് നേരെ ലണ്ടൻ ഐയിലേക്ക് അടിക്കുന്നത്. അത് കറങ്ങണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളൂ. ഭയങ്കര പതുക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണ കാണാം. കുറച്ച് നേരം അനക്കാണ്ട് പിടിച്ച് നോക്കാം, അപ്പോൾ കറങ്ങണ്ട് കാണാൻ പറ്റും. അത്രയും പതുക്കെ ഇങ്ങനെ കറങ്ങുള്ളൂ. അവിടെ എന്തോ ബോട്ടോ സംഭവം വരുന്നുണ്ട്. ഇതാണ് ലണ്ടൻ്റെ പുണ്യ നദിയായ തേംസ് നദി. ലണ്ടൻ സിറ്റിയുടെ ഹൃദയഭാഗത്തോടെ ഒഴുകുന്ന നദി തേംസ്, റിവർ തേംസ്. നല്ല തിരക്കുണ്ട് കേട്ടോ. കണ്ടോ, ഇഷ്ടംപോലെ ആൾക്കാരും. അതുകൊണ്ട് ഫോണിങ്ങനെ അധികം പൊക്കിയോ പിടിക്കാനൊന്നും പറ്റില്ല, ചിലപ്പോൾ അടിച്ചോണ്ടൊക്കെ പോകില്ല. അപ്പോൾ നമ്മൾ മാക്സിമം അടുത്തേക്ക് പിടിച്ച വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ ഓടിച്ച് ബിഗ് ബെന്നും ലണ്ടൻ ഐയും കണ്ടതിന് ശേഷം ഇനി നമ്മൾ നേരെ ബക്കിംഗ്ഹാം പാലസിൽ പോവാം. അതായത് ഇവിടുത്തെ രാജാവിൻ്റെ പാലസിലേക്ക്. നല്ല വെയിലാട്ടാ ശരിക്കും. ഇന്നത്തെ ദിവസം ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതേ ഇതുപോലത്തെ സൈക്കിളുകളാണ് ഉള്ളത്. വേണ്ട, ഇങ്ങനത്തെ സൈക്കിളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്തെടുത്തുകൊണ്ടൊക്കെ പോകാൻ പറ്റും. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതുപോലെ സൈക്കിളൊക്കെ കൊണ്ട്. നല്ല സൗണ്ടൊക്കെയാണ്. സിറ്റിയുടെ ഒത്ത നടുക്കാണുള്ളത്. വേണ്ട, ഇവിടുത്തെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് വീണ്ടും ട്രെയിൻ കയറിയിട്ടാണ് എങ്ങോട്ട് പോണേ ബക്കിംഗ്ഹാം പാലസിലേക്ക് പോകുന്നത്. വീണ്ടും നമ്മൾ വെസ്റ്റ്മിനിസ്റ്റർ സ്റ്റേഷനിൽ കയറിയിട്ടാണ് എങ്ങോട്ട് പോകുന്നത്, ബക്കിംഗ്ഹാം പാലസിൽ പോകുന്നത്. വീണ്ടും നമ്മൾ ഇവിടെ കാർഡ് ടാപ്പ് ചെയ്യണം. നല്ല തിരക്കായിരുന്നു കേട്ടോ ഈ സ്ഥലം. അടുത്ത സ്ഥലത്തേക്ക് പോവാം. വീണ്ടും നമ്മൾ ജൂബിലി ലൈനിൽ തന്നെയാണ് പോണത്. ജൂബിലി ലൈനിൽ പോയിട്ട് ഇനി ഗ്രീൻ പാർക്ക് എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങും. അവിടെയാണ് നമ്മുടെ ബക്കിംഗ്ഹാം പാലസ് വരുന്നത്. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. ആ ബക്കിംഗ്ഹാം പാലസിൻ്റെ ഫ്രണ്ടിലായിട്ട് വലിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ശരിക്കും നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ട്രെയിന് പോകാമെന്ന് മാത്രം. പിന്നെ കുറേ നടന്നുകൊണ്ട് ഇന്ന് പിന്നെ ട്രെയിന് പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ വീണ്ടും അണ്ടർഗ്രൗണ്ടിലേക്ക് ആ വലിയ എസ്കലേറ്റർ ഇറങ്ങി വന്ന് ഇനിയും താഴേക്ക് പോകണം. ഇത്രയും താഴ്ചയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ റെയിൽവേ സംബന്ധിച്ചേ പറ്റൂ. അമ്മാതിരി റെയിൽവേയും കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലും ബ്രിട്ടീഷുകാരാണല്ലോ റെയിൽവേയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നത്. ഇതൊക്കെ ഇപ്പോൾ അണ്ടർഗ്രൗണ്ടാണ്. വീണ്ടും നമ്മൾ അടുത്ത ലെവലിലേക്ക് പോവാം. ഇപ്പം നമ്മൾ ആ നേരത്തെ ഇറങ്ങി വന്ന ലെവലിൽ വേറെ ട്രെയിനുകളുണ്ടാവും, വേറെ ലൈനുകളുണ്ട്. ഇപ്പം വീണ്ടും താഴേക്ക് പോകുമ്പോൾ പിന്നെയും ലൈനുകളുണ്ട്. ഇതിൻ്റെ താഴേക്ക് പിന്നെയും ഉണ്ട്. അങ്ങനെ പല പല ലെവലുകളിലായിട്ടാണ് ട്രെയിനുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പലതിനും പല ലൈനുകൾ എന്നാണ് പറയുന്നത്. നമ്മൾ പോകാൻ പോകുന്നത് ജൂബിലി ലൈനാണ്. ഇവിടുത്തെ എസ്കലേറ്റർ അത്യാവശ്യം സ്പീഡാണ്. നോർമൽ എസ്കലേറ്റർ പോലെയല്ല, അത്യാവശ്യം നല്ല സ്പീഡാണ്. നമ്മൾ ഓടി കയറിയും ഓടി ഇറങ്ങിയും എല്ലാം ചെയ്യണം. ഇത് കണ്ടോ, ഇതാണ് മൊത്തം ലൈനുകൾ. ഒരു കൂട്ടം പോലെ ഇങ്ങനെ കിടക്കുന്നു. അത്രയും ലൈനുകളുണ്ട് ഇവിടെ യു കെയിലല്ല ലണ്ടനിൽ. അതായത് ഇവിടുന്ന് ഓരോ സിറ്റികളിലേക്ക് പോകാനുള്ളതും പിന്നെന്താ ഇവിടെ അടുത്തടുത്ത് പോകാനുള്ള ലൈനുകളും അങ്ങനെയുണ്ട്. വന്നപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ വന്നു. അത്രയും സ്പീഡിൽ വന്നിട്ടാണ് അവിടെ നിർത്തണേ. പറയേണ്ടത് എത്രത്തോളം ക്ലിയർ ആകുമെന്ന് അറിഞ്ഞുകൂടാ. നോക്കാം. ഇനി നേരെ ട്രെയിനിൽ കയറട്ടെ. നമ്മൾ നേരത്തെ വന്ന ട്രെയിൻ തന്നെയാണ്. അതുപോലത്തെ ട്രെയിനിൽ വീണ്ടും കയറാൻ പോകും. ഇവിടുന്ന് കയറി തൊട്ടപ്പുറത്തെ സ്റ്റേഷനിൽ നമുക്ക് ഇറങ്ങണം. എനിക്ക് നടന്നു പോകാനുള്ള വഴിയേ ഉള്ളൂ. നമുക്ക് കയറി സീറ്റൊന്നും എന്തായാലും കിട്ടില്ല. നമുക്ക് ചാടി കയറി നോക്കാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ഇറങ്ങി വരുന്നത് ഈ പാർക്കിലേക്കാണ്. അതാണ് ഗ്രീൻ പാർക്ക്. ഇതിൻ്റെ നേരെ അറ്റത്തുള്ളതാണ് ബക്കിംഗ്ഹാം പാലസ്. ആണോ? ഓ, 4 പൗണ്ട്. ഇവിടെ ഈ കാണുന്ന ചാരികസേരകൾ റെൻറ്റിനൊക്കെ കിട്ടും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എത്ര രൂപ വരും കാര്യങ്ങളൊക്കെ. 1 ഹവറിന് 4 പൗണ്ടാണ് വരുന്നത്. ഓ,
ഒരു ദിവസം മൊത്തം എടുക്കണമെങ്കിൽ 14 പൗണ്ട്. അതിൽ ആൾക്കാർ റെൻറ്റിനെടുത്തിട്ട് ഇരിക്കണുണ്ട് കേട്ടോ. സംഭവം കൊള്ളാം. അല്ലാതെ ചാരി കസേരയിലല്ലാതെ ഇവിടെ വെറുതെ ഇങ്ങനെ താഴെ ഇരിക്കുന്ന ഒരു ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇങ്ങനെ വെയിൽ കാഞ്ഞ്, ഇന്ന് നല്ല ദിവസമാണല്ലോ, നല്ല സണ്ണി ഡേ ആയതുകൊണ്ട് വെയിൽ കാഞ്ഞിരിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരെ കാണാം. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ നല്ല നല്ല ബ്യൂട്ടിഫുൾ ഒരു വ്യൂ ഉണ്ട്, മരങ്ങളുടെ ഇടയിൽക്കൂടെയുള്ള ഒരു വ്യൂ. ഈ കാണുന്ന പാലസിൻ്റെ ഫ്രണ്ടിലുള്ള മരങ്ങൾ വേണ്ട, ഗടാഗടിയന്മാരായ മരങ്ങളാണ് മൊത്തം. അതുകൊണ്ട് ഇവിടെ നല്ല തണലുണ്ട്, വെയിലോ കാര്യങ്ങളൊന്നുമില്ല. പുറത്ത് മരത്തിൻ്റെ അപ്പുറത്ത് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അല്ല, മരങ്ങളുള്ളതുകൊണ്ട് ഇവിടെ നല്ല ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. നമ്മുടെ നേരെ ആ കാണുന്നതാണ് ബക്കിംഗ്ഹാം പാലസ്. ഈ ബക്കിംഗ്ഹാം പാലസിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ റോഡ് പോകുന്നുണ്ട്. അത് കണ്ടോ, റോഡ് അതിൻ്റെ നേരെ അപ്പുറത്താണ് ബക്കിംഗ്ഹാം പാലസ് തന്നെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ പ്രിൻസിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനോ പരിപാടികളോ എന്തോ ആയിരുന്നു. അതുകൊണ്ട് ഇവിടെയൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു, ഇങ്ങനെ അകത്തേക്ക് കയറാൻ പറ്റില്ലായിരുന്നു. സിഗ്നൽ വന്നു, ഇനി അങ്ങോട്ട് പോവാം. അതുകൊണ്ടോ അടിപൊളി തോക്കൊക്കെ പിടിച്ച ആൾക്കാർ കാണാം. അതുപോലെ ആ കാണുന്നതാണ് റോയൽ ഗാർഡ്സ്. മാർച്ച് ചെയ്യാനുണ്ടോ, തോക്കൊക്കെ പിടിച്ച് അവരാണ് റോയൽ ഗാർഡ്സ്. നിന്നവർ എത്ര നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു. അവരെന്തോ ചെയ്യുന്നു ഗൈസ്. തലയിൽ വലിയ തൊപ്പിയും കാര്യങ്ങളൊക്കെ വെച്ച്. ഇതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ആളുണ്ട്. 3 പേര് നടന്നു തന്നെയുണ്ട്, ഞാൻ അത് കാണിച്ചു തരാം. 3 പേര് നടന്നു വരുന്നുണ്ടോ, ഇതുപോലെ തന്നെ റോയൽ ഗാർഡ്സാണ്. കയ്യിൽ തോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഡ്യൂട്ടി ചേഞ്ചിങ്ങിൻ്റെ ടൈമാണ്, ചിലപ്പോൾ അതായിരിക്കും. ഒരു കാര്യമായിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്താ സംഭവം നമുക്ക് പിടിയിട്ടണില്ല. അവരവിടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ എടുത്ത് വായിച്ചു, വീണ്ടും കൊണ്ടുപോയി തിരിച്ചു വെച്ചു. ഇവർക്ക് ഈ തൊപ്പി വയ്ക്കണോണ്ട് കാണാൻ പറ്റുമായിരിക്കൂലേ. ഓ, ഡ്യൂട്ടി ചേഞ്ചിങ് ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന ആൾ തിരിച്ചു വന്നു. ഇനി അവർ തിരിച്ചു പോകും. ഓ, കൊള്ളാം. ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഒന്നും ഫോട്ടോ എടുക്കണ്ട കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് അവരുടെ വിസയമേക്കുള്ള എംബ്ലം. 2 സിംഹം അപ്പുറത്തും 2 സിംഹം അല്ലല്ലോ, ഒരെണ്ണം കുതിര ഒരെണ്ണം സിംഹം കണ്ടാണ്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാം. ബാക്കിലായിട്ട് ബക്കിംഗ്ഹാം പാലസ് തല ഉയർത്തിയിരിക്കുന്നു. അതുപോലെ ഈ ഇത് കണ്ടോ, ഇത് ഗോൾഡ് പ്ലേറ്റ് ചെയ്താക്കണ എന്തോ പ്രതിമയോ കാര്യം എന്തോ ആണ്. നല്ല തിരക്കുണ്ട് ഇവിടെ. കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ കുറേ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അരിവാൾ പിടിച്ച് വെക്കുന്ന ചേച്ചി, അപ്പുറത്തെന്തോ ചുറ്റികയില്ലേ, ചുറ്റിക പിടിച്ച് വെക്കുന്ന ചേട്ടൻ. അങ്ങനെ വളരെയധികം ആൾക്കാർ ഇവിടെ അധികം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ സിറ്റി എയർപോർട്ട് എന്ന് പറഞ്ഞൊരു എയർപോർട്ടുണ്ട്, ഇവിടെ അടുത്ത് തന്നെയാണ്. അവിടേക്ക് പോകണ കുറേ ഫ്ലൈറ്റുകൾ തൊട്ടടുത്തോടെ പോകണതാണ്. നമുക്ക് ന്യൂ ഫ്ലൈറ്റ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ ഹൈലൈറ്റ് സ്കൈ ആണ്, നല്ല ബ്ലൂ സ്കൈ. ഇതുണ്ട്, നല്ല ബ്ലൂ സ്കൈയാണ്. അതിൽ ആ ഗോൾഡൻ സാധനം തിളങ്ങി നിൽക്കണുണ്ടോ, ആ സ്റ്റാച്യു. കൊള്ളാം എന്തായാലും. ഇന്നെന്താണെന്നറിയില്ല, എല്ലാ മെയിൻ സാധനങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോഴും അതിൻ്റെ നേരെ ബാക്കിലായിട്ട് സൂര്യൻ വരാം. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. കണ്ടോ, സൂര്യൻ അതിൻ്റെ ബാക്കിൽ പോയിക്കണം. അതുപോലെ നമ്മൾ ബക്കിംഗ്ഹാം ബിഗ് ബെൻ്റെ അവിടെ പോയപ്പോഴും ബാക്കിൽ സണ്ണായിരുന്നു. നമുക്ക് തെളിഞ്ഞ വെള്ളവും കാര്യങ്ങളൊക്കെ ആട്ടോ. ഇതിൽ ആൾക്കാർ മറ്റേ പൗണ്ടും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. നല്ല വെള്ളവും. ഇതെന്തിൻ്റെയൊക്കെ പ്രതിമയാണെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഇരിപ്പുണ്ട് വെള്ളച്ചാട്ടം. അത് ഗോൾഡ് പ്ലേറ്റഡ് ആണെന്ന് മാത്രം എനിക്കറിയാം, വേറെ ഒന്നും അറിഞ്ഞുകൂടാ. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇന്ന് പിന്നെ വൈകുന്നേരം ആയില്ലോ, ഇപ്പം 6 മണി കഴിഞ്ഞു. നല്ല ഡേ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ കറങ്ങാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ മീനോ കാര്യങ്ങളൊന്നുമില്ല, ചുമ്മാ വെള്ളം മാത്രമേ ഉള്ളൂ. ഇതേ ഒരു ബ്രിട്ടീഷ് എയർവേസ് പോകണം. ഇതാണ് സിറ്റി എയർപോർട്ടിൻ്റെന്ന് പറഞ്ഞില്ലേ, അങ്ങോട്ട് പോകുന്ന ഫ്ലൈറ്റുകളാണ് ഇതൊക്കെ. ഈ ബക്കിംഗ്ഹാം പാലസിനെ ചുറ്റി റോഡും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇങ്ങനെ ആൾക്കാർ അതിൻ്റെ ഇതിലേക്ക് പോകുന്നു. നമുക്ക് ഭംഗി കണ്ട് കുറച്ച് നേരം ഇരിക്കാം. അങ്ങനെ നമ്മൾ ബക്കിംഗ്ഹാം പാലസിനോടും വിട പറഞ്ഞ്
അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇനി നേരെ വീട്ടിലേക്കാണ്. പിന്നെ വൈകുന്നേരം പറ്റിയ വേറെ വല്ല സ്ഥലത്തേക്കും പോകാൻ പറ്റുമെന്ന് നോക്കണം. ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ 4 സ്ഥലങ്ങൾ ഓടിച്ച് കണ്ടു. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ബാക്കിയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണാം. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഗുഡ് ബൈ. എല്ലാവരും ബൈ ബൈ ബൈ.